ഹായ് ഫ്രണ്ട്സ്, ഡി ഡി ഫാമിലി വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഫിഷ് കറിയാണ് കേട്ടോ. വറുത്തരച്ച ഒരു ഫിഷ് കറിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കാൻ പോകുന്നതെന്നും അതിനെന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്നൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ വീഡിയോയ്ക്ക് പോകാം. ഇതൊക്കെ എന്തൊക്കെയായിട്ട് വെച്ചിട്ട് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പിന്നെ കുറച്ച് ചെറിയ ഉള്ളി 2 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, ജീരകം, വെന്തയം. പെരുംജീരകം അല്ലേ? അല്ല, ചെറിയ ജീരകം. ചെറിയ ജീരകം നമ്മൾ സാമ്പാറിലൊക്കെ ഇടുന്നത്. മാറിപ്പോയതൊന്നുമല്ലല്ലോ. അതിട്ടിട്ട് നല്ല വറക്കണം. ഇത് ഉലുവ അല്ലേ? ഉലുവ ഇട്ടിട്ട് നല്ല വഴറ്റുക. നല്ല കുറച്ച് ചെറിയ ഉള്ളിയൊക്കെ ഒരു ബ്രൗൺ നിറത്തിലായ എടുക്കുക. തക്കാളി ഇടണം. 3 തക്കാളി ഇട്ടിട്ട് നല്ല വഴറ്റിയിട്ട് കുറച്ചെല്ലാം കുറച്ച് വറ്റിയ ശേഷം വെള്ളമൊക്കെ കുറച്ച് വറ്റില്ലേ അതെടുക്കണം. ഇതാണ് മീൻ. ഇതാണ് ഗൈസ്. ഇങ്ങനെ ആയിട്ടൊക്കെ അത് ഇങ്ങനെ എടുത്ത് വെക്കുക. അരമുറി തേങ്ങ കേട്ടോ അതിലേക്ക്. തേങ്ങ ഇട്ട് വറുക്കുക. എടുത്ത് വെച്ച തേങ്ങ ഇനി ഇവിടെ വേറെ എന്തെങ്കിലും ഇടുമോ? ഈ വേപ്പിലയും തേങ്ങ മാത്രമല്ലേ? ആ ഉള്ളിയൊക്കെ മറ്റേല് വഴറ്റിയിട്ടുണ്ടല്ലോ. അവരെപ്പോഴാ വരികയെന്ന് അറിയില്ല. നല്ല ബ്രൗൺ ആവണം അല്ലേ? നല്ല ബ്രൗൺ ആയിട്ട് ഇതേ രീതിയിൽ അരച്ചെടുക്കുക കേട്ടോ. നമ്മൾ ആ ഉള്ളി ഇതൊക്കെ വഴറ്റിയത് ഉറക്കനെ വന്നു മതി. ചീനിച്ചട്ടി വെച്ച് എണ്ണ കുറച്ച് ഒഴിച്ചിട്ടാ ഇവിടെ അരച്ച് വെച്ചത്. എല്ലാം വഴറ്റിയ അരച്ചല്ല മസാല ഉള്ളിയൊക്കെ അത് ഇതിലിട്ടുണ്ട്. അതിലിട്ടിട്ട് കുറച്ചങ്ങനെ വഴറ്റി
എന്തിന് ചെല്ല് ഇതിന് മല്ലിപ്പൊടി എന്നല്ലേ പറയാ, മല്ലിപ്പൊടി ഇടുക 3 സ്പൂൺ. 3 സ്പൂൺ മല്ലിപ്പൊടി. ഇവിടെ എന്താ പറയുക ഇതിന്? മല്ലിത്തൂള്. ആ തൂള് എന്ന് പറഞ്ഞാൽ പൊടി അല്ലേ? മാത്രമേ മാറ്റൂ. മല്ലിപ്പൊടി, മുളക് പൊടി അതെത്രയാ? അത് 1 സ്പൂൺ. 1 സ്പൂൺ. മഞ്ഞൾപ്പൊടി 1 സ്പൂൺ. ഇത് നല്ല വഴറ്റാം. അപ്പൊ ചുമ വരും. തീ കുറച്ചിട്ട് വെക്കല്ലേ? തീ കുറച്ചിട്ട് വെക്കാം, അല്ലെങ്കിൽ കരിയും. നമ്മൾ അരച്ച് വെച്ച തേങ്ങ ഒഴിക്കുക. നേരത്തെ വറുത്തരച്ച തേങ്ങ. കുറച്ച് ഉപ്പിടുക. കല്ലുപ്പ് വെച്ചാൽ കല്ലുപ്പ് അവിടെ ഉപയോഗിക്കും അല്ലേ? ഇവിടെ കല്ലുപ്പ. പൊടി ഉപ്പിട്ടാലേ ചിലപ്പോൾ അത് കൂടും. നമുക്ക് എത്ര ഇടുന്ന ഒരളവുണ്ടാവില്ല. കല്ലുപ്പാണെങ്കിൽ കുറച്ചുകൊണ്ട് എടുത്തിട്ടാ നല്ലത് കല്ലുപ്പാണ്. കല്ലുപ്പാണ് നല്ലത്. കൂട്ടാനൊക്കെ കല്ലുപ്പാണ്. അല്ല മാവൊക്കെ ദോശയൊക്കെ ഇതാവും. അപ്പോഴാണ് വെള്ളത്തിലിട്ടിട്ടുണ്ട്, അത് പിഴിഞ്ഞ് വയ്ക്കുക. പുളിയില്ലേ? തീ കൂട്ടി കൊടുക്കല്ലേ? വെള്ളം കുറച്ച് ഒഴിക്കണം, തിളയ്ക്കാം. നല്ല തിളയ്ക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടല്ലേ? നല്ല തിളച്ചോട്ടെ. ഇനി നന്നായി തിളയ്ക്കാൻ മതി അല്ലേ? കരിവേപ്പില വറുത്തിടാം. മീനിടുക. നല്ല തിളച്ചിട്ടുണ്ട്. കറിയൊക്കെ ഉണ്ടാവും.
നെയ്യുള്ള മീനല്ലേ? അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവും കൂടും. ഇതെന്ത് മീനാ വെച്ചാൽ? പാര. പാര. നല്ല തിളക്കണം, മീൻ വേവണം. സ്പീഡിലാണ് വെക്കുന്നത്? ഹൈയിലാണോ? മീനിട്ടിട്ട് നന്നായി തിളക്കിണ്ട് കേട്ടോ. ഒന്ന് തിളക്കണേ. അപ്പോൾ കറിയൊക്കെ വറ്റിയിട്ടുണ്ട്, മീൻ വെന്തു. അപ്പോൾ ഇതിൽ നമ്മൾ ഉപ്പും കറിയൊക്കെ നോക്കുക, ഉപ്പ് ഓക്കെ ആണോ നോക്കുക. അപ്പോൾ എരിവ് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതലുള്ളവർ ഉപയോഗിക്കാം. നമ്മളിവിടെ കുറച്ചേ ഉപയോഗിക്കുകയുള്ളൂ, അതാണ്. അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി താളിക്കണില്ല, കാരണം ഒരുപാട് ഓയിൽ ഇപ്പോൾ ഇതിൽ ഉപയോഗിച്ച് കുറേ വഴറ്റൊക്കെ ചെയ്ത കാരണം ഇനി താളിക്കണില്ല. അപ്പോൾ നിങ്ങൾക്ക് താളിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ താളിക്കാം.